നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Please guide me. 1 minute. വേൾഡിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ ഈ റിലേഷൻ. അതിലെന്താ പറയുക, ഇവിടെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ഇവിടെ വന്നിട്ടുള്ളത് സാറ്റേൺ എനർജീസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. എർത്ത് സൈൻ ആണ് കേട്ടോ. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജീസ് ആണ് ഇവിടെ ആക്റ്റീവായിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ഓൺലൈൻ വഴിയായിരിക്കാം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തി എന്താ പറയുക എബ്രോഡൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ വരുന്ന കാര്യമായിരിക്കും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. എന്തായാലും ഇപ്പം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലൊരു ഡിസയർ ഉണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. എന്താ പറയുക, ഇപ്പോൾ ബ്ലോക്ക്ഡ് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇവർ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജീസ് ആണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷേ ഒരു നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, ബിസിനസ് വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് മെൻ ആയിരിക്കാം. സോ എന്തായാലും ഇവിടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ ഒരു ടൈമിൽ ഇപ്പോൾ സെപ്പറേഷൻ ഫേസിലാണെങ്കിലും ശരി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആളെന്നെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുമോ, ആളെങ്ങനെ ആയിരിക്കും ആളുടെ ഈ ഒരു ടൈമിൽ ആൾ കുറച്ച് കാമായിട്ട് തന്നെ ഇരിക്കുന്നത്. മെച്യൂറായിട്ട് റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു തോട്ട്സിലാണ് ആളിവിടെ നിൽക്കുന്നുള്ളത്. വളരെ എന്താ പറയുക, അവരുടെ മൈൻഡിൽ ഇപ്പം എന്താ പറയുക വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആൾക്കിപ്പോൾ ഇവിടെ നിന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താ പറയുക സംഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ജസ്റ്റ് റീസെൻ്റായിട്ട് എന്തെങ്കിലും ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു പക്ഷേ വിശ്വസിച്ച് ആർക്കെങ്കിലും കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക ഒരു ബിസിനസ് ഒരാളെ എന്താ പറയുക ട്രസ്റ്റ് ചെയ്തൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തു നിന്ന് ഉറപ്പായിട്ടും ഇവർക്കൊരു ചീറ്റിംഗ് എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരാളെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രോമാസും കാര്യങ്ങളും ഉള്ളതല്ല. ഈ ഒരു ടൈമിൽ അങ്ങനെയാണ്, ഒരു ഫെയിലിയറിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ്. ആൾ വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തി ആളെ ചീറ്റ് ചെയ്തു. അതിൻ്റെ ആ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലും ആൾക്ക് ഇവിടെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ നിന്നിട്ടുള്ള ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും അതൊരു ഗെയിൻ ആയിരുന്നു, എപ്പോഴും ഇവർക്കൊരു ബെനിഫിറ്റ്സ് ആയിരുന്നു. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള ബിസിനസ്സൊക്കെ സക്സസ് ആയിരുന്നു എന്നുള്ള ലാഭമായിരുന്നു എല്ലാ തരത്തിലും. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്, എല്ലാവർക്കും ആവണം എന്നില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഒരു 4 months ആയിട്ടുണ്ടാവും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് ഈ റിലേഷൻ.
അത് ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്താ പറയുക, ഇവരുടെ മൈൻഡിൽ എന്താണ് ഈ ഒരു ടൈമിലും ഭയങ്കരമായിട്ട് ഇവരുടെ മനസ്സിൽ ഇമോഷണലി ഇത്രയും കാര്യങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സ്റ്റിൽ അവർ യൂസ് ചെയ്യുന്നത് അവരുടെ മൈൻഡ് തന്നെയാണ്. മൈൻഡ് യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഇമോഷൻസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് ചിന്തിക്കുന്നുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു മോശപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്, ഒരാൾ എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിക്കൊന്നും സമ്മതിച്ച് തരുന്നുണ്ടാവില്ല. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷൻസിൽ ഇയാളെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു വ്യക്തി ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്തുനിന്ന് ആൾക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പെയിനിലാണ് ആളിപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത്, ഒരു പക്ഷേ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം, നമ്മൾ ട്രസ്റ്റ് എപ്പോഴും ട്രസ്റ്റ് തന്നെയാണ്. അത് ആര് ബ്രേക്ക് ചെയ്താലും നമുക്ക് നല്ല പെയിൻ വരും. നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തുന്നവരാകുമ്പോൾ അത്രയും പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജീസാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളത്. പക്ഷെ കാണിക്കുന്ന എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് ആളിവിടെ കാണിക്കുന്നുള്ളത്. ഇപ്പം ഈ റിലേഷൻ്റെ എനർജീസ് ചെക്ക് ചെയ്യുകയാണെങ്കിലും പോലും ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് ഇവർ ഈ കാര്യങ്ങളൊക്കെ, ഇവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നാണ് ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ്, അതിന് മെയിൻ റീസൺ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിറ്റി ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പം ആ ഒരു ഡിഫറൻസസ് നിൽക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസിലേക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ എന്താ പറയുക, ആൾക്കും ഒരു ധൈര്യം ഉണ്ടാവില്ല ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ടും. ഈ റിലേഷനിൽ നമ്മൾ പറയത്തില്ല, ഒരു ഫിയർ ഉണ്ടായിരിക്കും ആൾക്ക്, തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി. ഞാനൊരു സ്റ്റാൻഡ് എടുത്താലും എനിക്കത് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു റിലേഷനെ കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ആശ കൊടുത്തിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു എനർജീസ് എനിക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ്. ഇവർക്ക് നിങ്ങളോട് സ്നേഹവും തോന്നാറുണ്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് നല്ല രീതിക്കൊരു ഭയങ്കരമായിട്ടൊരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഇവരുടെ മൈൻഡിൽ ചില സമയത്ത് വരുന്നൊരു കാര്യം എന്താ, ഞാൻ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അല്ലെ ആ ഒരു വ്യക്തിനെ അത് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. എൻ്റെ മനസ്സിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അൺകണ്ടീഷണൽ ലവ് ആയിട്ടിരിക്കട്ടെ എന്നുള്ളൊരു തോട്ട്സാണ് ആൾക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, നല്ല രീതിക്ക് ഇമോഷണൽ ആണെങ്കിൽ പോലും ആ ഒരു ഇമോഷണൽ സൈഡിനെ കാണിക്കാനായിട്ടോ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടോ തയ്യാറല്ല. പക്ഷേ ഉള്ളിൽ ഒത്തിരിയധികം ഇമോഷൻസ് ഉണ്ട്, ഉള്ളിൽ ഒത്തിരിയധികം ഫീലിങ്സ് ഉണ്ട്. ഒരു മിനിറ്റ്, ഒരു കോൾ വന്നു ഇടയ്ക്ക്. ഈ ഒരു കണക്ഷനിൽ ഒരു പുതിയ തുടക്കം വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ആക്ഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും വെറുതെ ഇരിക്കുന്നതുകൊണ്ടോ നമ്മൾ ഓർക്കുന്നത് കൊണ്ടോ ഒരു സക്സസ് ആകാൻ പറ്റില്ല. നമുക്കതിൽ എഫേർട്ട് ആവശ്യമാണ്. നമ്മളതിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. ഓക്കെ, ഡിസെപ്ഷൻ്റെ എനർജീസാണ്. ഇപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങളുടെ ഈ ഓർമ്മകളിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, നല്ല രീതിക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഒത്തിരി അധികം ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളെ നിങ്ങളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, ഒരു റണ്ണർ ചേസർ എനർജിയിൽ നിന്നിട്ടുണ്ടാവാം. സോ അപ്പം ഈ ഒരു ടൈമിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഈ ഒരു ടൈമിൽ ഒരു താങ്ങായി തണലായി നിന്നേനെ എൻ്റെ ഒരു ഹാർഡ് ടൈമിൽ എന്നാൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, എഫേർട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൽ കൊടുക്കണം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരു കൃഷി ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ലാഭം എന്നുള്ള രീതിക്ക്, എനിക്ക് ലാഭം കിട്ടും എന്നുള്ള രീതിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, ചെയ്തിട്ടുണ്ടാവണം. അപ്പം എന്നാൽ മാത്രം റിസൾട്ട് വരുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു റിലേഷനിൽ തുടക്കം മുതൽ നിങ്ങളുടെ എഫേർട്ടാണ്. ഈ ഒരു വ്യക്തി എഫേർട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു റിലേഷൻ എൻഡിങ് ഫേസിലാണ് നിൽക്കുന്നുള്ളത്. അപ്പം ആ ഒരു എൻഡിങ് ഫേസ് ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ,
സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും ഇവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ. ഇവർക്ക് എന്താ പറയുക, വ്ളോഗ്ഡ് ആണെങ്കിൽ പോലും ഇവർ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എന്താ പറയുക ക്രേവ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും. നിങ്ങൾ ഒരു പക്ഷെ ചേസ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല അങ്ങോട്ട്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പക്ഷെ എന്തായാലും ഈ ഒരു വ്യക്തി വല്ലാത്ത എന്താ വളരെ ഒരു ക്രേവ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് ആ ഒരു വ്യക്തിയുടെ അറ്റൻഷൻ വേണം, അവരെന്നെക്കുറിച്ച് ചിന്തിക്കണം, അവരെനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, എല്ലാം നിങ്ങളുടെ അടുത്തു നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു 10 ഓഫ് കപ്സ് ആളുടെ കയ്യിലുണ്ട്. ഈ ഒരു 10 ഓഫ് കപ്സ് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ആൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ റിട്ടേൺ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ ആ ഒരു 10 ഓഫ് കപ്സ് എന്നുള്ളൊരു എനർജി അതിനെ ഇതാക്കാനായിട്ട് ഈ ഒരു വ്യക്തി റെഡി അല്ല എന്നുള്ളത് തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറല്ല. എഫേർട്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. നമുക്ക് ഏതൊരു റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിനും എഫേർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എഫേർട്ട് എടുക്കാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, ഗൈഡൻസ് പ്ലീസ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫർദർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, നിങ്ങൾ ക്ലയൻറ്റ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി എന്നെ കഴിഞ്ഞ് ഭയങ്കര ബെറ്ററാണ്, എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു എനർജിയിലാണ് ആ ഒരു വ്യക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നോ, യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ വളരെ നല്ലൊരു എനർജിയാണ്. നിങ്ങൾ എന്താണോ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇതാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളും ആ ഒരു വ്യക്തിയെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ആ ഒരു വ്യക്തിയെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള വ്യക്തിയെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ബിക്കോസ് യു ആർ ഗുഡ് എനഫ്. യൂണിവേഴ്സാണിത് പറയുന്നത്. യൂണിവേഴ്സ് ഇത് പറയുന്നുണ്ടെങ്കിൽ പിന്നെന്താണ്? നിങ്ങൾ തരം താഴ്ത്തി നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേർത്തിയാണ് കേട്ടോ. നത്തിങ് വിൽ കം ഓഫ് ദീസ് സിറ്റുവേഷൻസ്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഫേവറിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും അങ്ങനെ നിങ്ങളുടെ ഫേവറിൽ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അഹങ്കരിക്കേണ്ട എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പ്രൈഡ് ചെയ്യണ്ട. ശരിക്കും അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു കറക്റ്റ് ടൈമിംഗ് ആയിട്ടില്ല. സോ നത്തിങ് വിൽ കം ഓഫ് ദീസ് സിറ്റുവേഷൻസ്. ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിലെല്ലാം വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ട്സിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫേവറിൽ വരട്ടെ എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫേവറിൽ വന്നെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനർജി ആണെങ്കിൽ, എന്നാലും അത് നിങ്ങളിലേക്ക് വന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നർ വർക്ക്സ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റ് എനർജീസ് എന്താണോ ഈ റിലേഷൻഷിപ്പിൻ്റെ, ആ ഒരു പാസ്റ്റ് എനർജി ഇപ്പം ചിലർക്കൊക്കെ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് അത്ര ബെറ്റർ ആവണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു വ്യക്തി എൻ്റർ ആവാനായിട്ടുള്ള ചാൻസസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിനെ പാസ്റ്റാക്കി വിട്ടിട്ട് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നുവെങ്കിൽ ആ ഒരു എനർജിയെ അലൗ ചെയ്യാനാണ് ഇവിടെ ഡിവൈൻ പറയുന്നുള്ളത്. കാരണം എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ കഴിഞ്ഞും കൂടുതൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്, നിങ്ങളുടെ നല്ല ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒരു വ്യക്തി എൻ്റർ ചെയ്തതെന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. ആർക്കോ ഉള്ളൊരു സ്പെസിഫിക് മെസ്സേജസ് ആണ്. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.